ലോകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള ചിന്തിക്ക് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരില്ലേ, ആ മനുഷ്യരുടെ ഒക്കെ ഹൃദയത്തിന്റെ അകത്ത് എന്തൊക്കെ സ്വകാര്യങ്ങളുമായിട്ടാണ് അവർ നടക്കുന്നത് എന്ന് അങ്ങ് ബഗ്ദാദിലെ ഖബറിൽ കടന്നുകൊണ്ട് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ആ വ്യക്തി അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഏത് ഭാഷയിൽ അദ്ദേഹത്തെ എത്രായിരം ജനങ്ങൾ വിളിച്ചാലും എത്രായിരം ആവശ്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാലും ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് തേടിയാലും അതൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഞങ്ങളെ അദ്ദേഹം സഹായിക്കുകയും ചെയ്യും. ഈ വിശ്വാസല്ലേ മുഹയ്യിദ്ദീൻ ശൈഖെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ മനസ്സിലുള്ളത്? അപ്പൊ പറയുമെന്ന് അറിയോ, അതൊക്കെ ശരി തന്നെ മൗലവി, അള്ളാഹിനോട് തേടുമ്പോൾ അതേ വിശ്വാസമൊക്കെ അവരോട് തേടുമ്പോഴും ഉണ്ട്. കാണൂല ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എവിടുന്ന് വിളിച്ചാലും കേൾക്കൂല. ചിലയിടത്തുനിന്ന് വിളിച്ചാലേ മുഹയ്യിദ്ദീൻ ശൈഖ് കേൾക്കൂന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എവിടുന്നാണെങ്കിലും കാണും, എല്ലാവരുടെ കൽബും കാണും, എന്തിനും ഉത്തരം ചെയ്യാൻ കഴിവുണ്ട്. എല്ലാത്തിനും അവർക്കും അറിയാം. ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നില്ല മുഹയ്യിദ്ദീൻ ശൈഖ് അറിയാതെ. ഇവിടെ ഒരു പച്ച ചെടിക്ക് പച്ച നിറം കിട്ടുന്നില്ല അറിയാതെ. ഇവിടെ ഒരു പ്ലെയിനും ഓടുന്നില്ല, തീവണ്ടിയും ഓടുന്നില്ല. ഇവിടെയുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളും ഗോളങ്ങളും മുഴുവനും ഇവിടെ സഞ്ചരിക്കുന്നത് മടവൂരിങ്ങനെ നോക്കിയിട്ടാണ്, മടവൂരിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ്. ഇതല്ലേ വിശ്വാസം? ഈ വിശ്വാസങ്ങളൊക്കെ അല്ലേ അല്ലാഹുവിൻ്റെത് മാത്രമായ പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കൽ. അപ്പ പറയും അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, അവിടെ ഒരു തിരുത്തുണ്ട് മൗലൈമാരെ. അതെന്താണ്? അള്ളാഹു ചെയ്യുന്നതൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ്, മഹാത്മാക്കളൊക്കെ ചെയ്യുന്നത് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അള്ളാഹ് കൊടുത്ത കഴിവാണ്. കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കുമ്പോ അത് തെറ്റല്ല. അപ്പൊ അതിന്റെ മറുവശം എന്താണ്? അള്ളാഹ് കൊടുക്കാത്ത കഴിവുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നാരോ വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം? അങ്ങനെ ഇവിടെ ആരാണ് വിശ്വസിക്കുന്നത്? ചിന്തിക്ക്. റബ്ബ് കഴിവ് കൊടുക്കാതെ സ്വന്തമായി തന്നെ അള്ളാനെ പോലെ ആരിൽ നിന്നും കഴിവ് കിട്ടാതെ സ്വന്തമായി കഴിവുള്ള വേറെ ഏത് ശക്തികളുണ്ട് എന്ന് ആരെങ്കിലും ഇവിടെ വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാധികം പറയുന്നത്? നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലും ഉഹദിലും അതുപോലെ തന്നെ ഖന്തഖിലും ഹുനൈനിലും തബൂക്കിലും ഒക്കെ ഏറ്റുമുട്ടിയവരിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവരെ അല്ലാഹു കൊടുക്കാത്ത കഴിവുള്ള ആളുകൾ വേറെ ഉണ്ട് എന്നാണോ വിശ്വസിച്ചിരുന്നത്? ഒരിക്കലുമല്ല. അവര് പ്രാർത്ഥിച്ചിരുന്ന അവരുടേതായ ആളുകൾ, അവരുടെ കഴിവുകളൊക്കെ അല്ലാഹ് കൊടുത്തത് മാത്രമാണ്, അല്ലാഹ് കൊടുക്കാത്ത ഒരു കഴിവും അവർക്കില്ല എന്ന് അവര് കഅബയുടെ സമീപത്ത് വന്ന് ഏറ്റുചൊല്ലിയിരുന്നവരാണ്. നമ്മുടെ ആളുകൾ, ഒരുപാട് ആളുകൾ ഇപ്പൊ ഹജ്ജിന് പോകുന്ന നേരമല്ലേ? ഹജ്ജിന് പോയാൽ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ കേൾക്കുന്ന തൽബിയത്ത് എന്താണ്? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണ്, അതുകൊണ്ട് തന്നെ സർവസ്തുതിയും നിനക്കാണ് എന്നിങ്ങനെ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന തൽബിയത്തല്ലേ ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തൽബിയത്തിൽ മായം കലർത്തിയ ഒരു കൂട്ടരുണ്ടായിരുന്നു നബിയുടെ കാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിന്റെ നേതാക്കന്മാരടക്കമുള്ളവര് അവരതാ തൽബിയത്ത് ചൊല്ലി വരികയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ആരാ ചൊല്ലുന്നത്? അബൂജഹൽ അടക്കമുള്ള നബിതങ്ങൾ ബദറിൽ ഏറ്റുമുട്ടിയ മുശ്രിക്കിന്റെ നേതാക്കന്മാരടക്കമുള്ളവര് അവര് ചൊല്ലുന്നു, അല്ലാഹുവേ. അപ്പൊ കണ്ടോ, അവര് അള്ളാനെ തള്ളിയവരല്ല, അവര് നിരീശ്വരവാദികളല്ല, അവര് അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചവരാണെന്ന് മാത്രമല്ല, അള്ളാനെ കൊണ്ടല്ലാതെ ലോകം പടക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചവരാണ്. അള്ളാനെ കൊണ്ടല്ലാതെ എല്ലാം കാണാനോ എല്ലാം കേൾക്കുവാനോ
കഴിയില്ല എന്ന് വിശ്വസിച്ചവരാണ്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യങ്ങളാണ്. മഴ തരുന്നത് അല്ലാഹ് മാത്രമാണ്, ജീവിപ്പിക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്, മരിപ്പിക്കുന്നത് അല്ലാഹ് മാത്രമാണ്. ലോകത്തെ മൊത്തം തന്നെ കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിർ അല്ലാഹ് മാത്രമാണ്. ഇതൊക്കെ വിശ്വസിച്ചിരുന്ന അറേബ്യൻ മുശ്രിക്കുകളാ. അവര് അല്ലാഹുമ്മ എന്ന് പറയുമ്പോ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിരാ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇനി അവര് പറയുന്ന വാചകം കേട്ടോ, ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയും ഇല്ല. ക്ലിയർ അല്ലേ? നിനക്കൊരു പങ്കാളി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, നിർത്തിക്കോളൂ, അവിടെ വെച്ച് നിർത്തിക്കോളൂ. ഇനി അപ്പുറത്ത് നിങ്ങൾ കൂട്ടി പറയാൻ പാടില്ല. കാരണം അവര് കൂട്ടി പറയുന്ന കക്ഷികളാണ്. അത് പറഞ്ഞ ഉടനെ പിന്നെ അവര് പറഞ്ഞ വാക്ക് കടുത്ത തെറ്റായിരുന്നു. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല. ഇല്ല ശരീക്കന്നൊരു പങ്കാളി നിനക്കുണ്ട്. ആ പങ്കാളി സ്വന്തം കഴിവുള്ള പങ്കാളിയല്ല, നീ കൊടുക്കാത്ത കഴിവുള്ള സ്വതന്ത്ര പങ്കാളിയല്ല. മറിച്ച് തംലികുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. നിന്റെ കസ്റ്റഡിയിലുള്ളവരാ, നീ കഴിവ് കൊടുത്തവരാ, നീ അവർക്ക് ഏറ്റവും പദവി കൊടുത്തവരാണ്. വമാ മലക, അവർക്ക് ഒന്നിനും കഴിവില്ല. അല്ലെങ്കിൽ അവർക്ക് വല്ല കഴിവും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും അവരുടെ ഉടമസ്ഥതയിലുള്ളതല്ല. മാലിക്കായ റബ്ബേ നീ കൊടുത്തതാണ് അതൊക്കെ എന്ന് സമ്മതിച്ചു പറയുന്നു. എന്നിട്ടും എന്തേ അബൂജഹലടക്കമുള്ളവര് മുശ്രിക്കുകളായത്? ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാഹ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലാഹ് കൊടുക്കുന്ന കഴിവുണ്ട്, കൊടുക്കാത്ത കഴിവുണ്ട്. അല്ലാഹു ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കഴിവുകളുണ്ട്. അത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകത അവൻ ഒരു കാലത്തും ഒരാൾക്കും വിട്ടുകൊടുക്കൂല എന്ന ഗൗരവത്തോടുകൂടെ നമ്മളങ്ങ് പഠിച്ചു മനസ്സിലാക്കി വെച്ചാൽ ഈ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തിന് പറ്റിയ അബദ്ധം എന്താണ്? ഈ സമൂഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇവര് മഹാത്മാക്കളായ ആളുകളെ അതിരിവിട്ട് പ്രശംസിച്ചതാണ് തകരാറിലായത്. നൂഹ് നബിയുടെ